Hello friends, so welcome to നമ്മുടെ ഡേ 2 സെഷനിലേക്ക്. സോ ബേസിക്കലി ഡേ 1 നമ്മൾ നോക്കിയ ഒരുപാട് കാര്യങ്ങളുണ്ടായിരുന്നു. ലൈക്ക് ബിസിനസ് അസസ്മെൻറ്റ് നോക്കി, സ്റ്റെപ്സ് ലൈക്ക് എങ്ങനെ ഇമ്പ്രൂവ് ചെയ്യേണ്ടതെന്ന് നമ്മൾ നോക്കി. നൗ ഈ വീഡിയോനകത്ത് നമ്മൾ ബേസിക്കലി സംസാരിക്കാൻ പോകുന്നത് നമ്മുടെ ഓൺലൈൻ പ്രസൻസിനെ പറ്റിയാണ്. സോ നമുക്ക് ബിഫോർ ഇംപ്രൂവിങ് എനിത്തിങ് നമുക്ക് എക്സാക്ട്ലി നമ്മുടെ സിറ്റുവേഷൻ എന്താണ് നമ്മൾ അറിഞ്ഞിരിക്കണം. സോ ബേസിക്കലി ഓൺലൈൻ പ്രസൻസിനകത്ത് നമ്മൾ ഓൺലൈൻ സെക്ഷൻസിൻ്റെ ഒരു ഓഡിറ്റിംഗ് ആണ് നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നത്. സോ ഇപ്പോൾ നിങ്ങളുടെ അടുത്ത് വെബ്സൈറ്റ് ഇല്ലെങ്കിൽ യു ഷുഡ് ഹാവ് എ വെബ്സൈറ്റ്. ആൻഡ് ഇപ്പോൾ നിങ്ങളുടെ അടുത്ത് ഒരു വെബ്സൈറ്റ് ഉണ്ടെങ്കിൽ അതിൻ്റെ ഒരു ബേസിക് റിവ്യൂ നമുക്ക് നടത്തണം. ഇത് വെരി സിമ്പിളാണ്. നമ്മൾ ലാസ്റ്റ് സെഷനിൽ പറഞ്ഞ പോലെ തന്നെ ഒരു നോട്ട് പാഡ് എടുക്കുക, അതിനകത്തോട്ട് ജസ്റ്റ് റൈറ്റ് ഡൗൺ ചെയ്യാം. ഓക്കെ, സോ വെബ്സൈറ്റ് റിവ്യൂവിനകത്ത് പറയുകയാണെങ്കിൽ ഫസ്റ്റ് പോയിന്റ് സെക്ഷനകത്ത് നമുക്ക് കണ്ടന്റ് അക്യുറസി നോക്കണം. ലൈക്ക് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്ന സർവീസസ് പ്രോപ്പറായിട്ട് മെൻഷൻ ആണോ, അപ് ടു ഡേറ്റ് ആണോ, ഇൻഫർമേഷൻ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ടോ ഇല്ലേന്ന്. നമ്മൾ ബിസിനസ് ഓണേഴ്സ് എപ്പോഴും എന്താ പറയുന്നത്, സർവീസ് എക്സിക്യൂഷനകത്ത് ഇത്ര ഫോക്കസ് ആവും നമുക്ക് അതിൻ്റെ ഒരു ബാക്ക് എൻഡിനകത്ത് ലൈക്ക് അതിൻ്റെ ഒരു ഇൻഫർമേഷൻ സെക്ഷനകത്ത് നമ്മൾ കുറച്ച് ലാക്ക് ചെയ്യും. സോ ഓൾവേസ് മേക്ക് ഷുവർ ദാറ്റ് നിങ്ങളുടെ വെബ്സൈറ്റ് കണ്ടന്റ് അപ് ടു ഡേറ്റ് ആവണം. ലൈക്ക് വാട്ട് ആർ ദ തിങ്സ് യു ആർ ആക്ച്വലി ഗിവിങ്, അത് തന്നെ ആവണം നിങ്ങളുടെ വെബ്സൈറ്റിനകത്ത് കിടക്കേണ്ടത്. സെക്കൻഡ്, ബ്രാൻഡ് കൺസിസ്റ്റൻസിയാണ്. ഈ ബ്രാൻഡിങ് സെക്ഷൻ ഒരാൾ കാണുന്നത് ബ്രാൻഡിങ് എങ്ങനെ ത്രൂ ആണെന്ന് പറഞ്ഞാൽ അവരുടെ ലോഗോ, അവരുടെ ഫോണ്ട്, അവരുടെ കളർ, ഇതിൻ്റെ ബേസിസിലാണ് നമുക്ക് ഇത് ബ്രാൻഡിങ് കൺസിസ്റ്റൻസി വരുന്നത്. സോ എപ്പോഴും മേക്ക് ഷുവർ ചെയ്യണം നിങ്ങൾ ഇപ്പം എന്ത് സാധനങ്ങൾ ചെയ്യുകയാണെങ്കിൽ നിങ്ങളുടെ ബ്രാൻഡ്, നിങ്ങളുടെ ലോഗോ, നിങ്ങളുടെ കണ്ടന്റ് കളർ ഷുഡ് ബി സെയിം ആവണം. ലൈക്ക് if you are like posting anything on social media, so same font, same color, same ലോഗോ, നിങ്ങളുടെ ലോഗോ മസ്റ്റ് ബി യൂസ്ഡ്. ലൈക്ക് ഇപ്പോൾ നമ്മളെല്ലാവരും ഈവെൻറ്റിൻ്റെ ദിവസം പോസ്റ്റ് ക്രിയേറ്റ് ചെയ്യാറുണ്ട്. സോ ഓൾവേസ് മേക്ക് ഷുവർ ദാറ്റ് ദ പോസ്റ്റ് വാട്ട് വി ക്രിയേറ്റ് നീഡ് ടു ബി വെരി ഫോക്കസ് ടുവേർഡ്സ് എന്താ പറയുന്നത് നമ്മുടെ ബ്രാൻഡ് കൺസിസ്റ്റൻസിൻ്റെ അറൗണ്ട് ആവണം. തേർഡ്, നമുക്ക് യൂസർ എക്സ്പീരിയൻസ് നോക്കണം. ഇപ്പോൾ നമ്മുടെ വെബ്സൈറ്റ് ആണെങ്കിൽ വെബ്സൈറ്റിനകത്ത് നെവിഗേഷൻ എങ്ങനെയാണ്, ഒരുപാട് എന്താ പറയുന്നത് ചെറിയ സൈസൊന്നും അല്ലല്ലോ, പേജ് ലോഡിങ് സ്പീഡ് നോർമൽ അല്ലേ, ഭയങ്കര ലോഡ് എടുക്കാൻ സമയം എടുക്കുന്നുണ്ട്. ഈ ലോഡിങ് സെക്ഷൻ മെയിൻലി വരിക ലൈക്ക് ലോ കോസ്റ്റ് നമ്മൾ എന്താ പറയുന്നത് ഹോസ്റ്റിങ്ങിനകത്തോട്ട് പോകുന്ന സമയത്തും, അല്ലെ പിന്നെ ഓവർലോഡഡ് ഇമേജസ്. ലൈക്ക് നമുക്ക് ഇപ്പോൾ ഫോട്ടോഗ്രാഫി നീഷിന് പറയുകയാണെങ്കിൽ അവർക്ക് മെയിൻ ഇമേജസ് ആണ്, ലൈക്ക് അവരുടെ ക്വാളിറ്റി ഇമേജസ് ആണ് അവർ കാണിക്കാൻ ഉദ്ദേശിക്കുന്നത്. ബട്ട് അത്ര ക്വാളിറ്റി ഇമേജസ് നമ്മുടെ വെബ്സൈറ്റിനകത്ത് അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ എന്താ നടക്കുക, ആ വെബ്സൈറ്റ് സ്ലോ ആവും. സോ നമുക്ക് മേക്ക് ഷുവർ ദാറ്റ് ഇമേജസ് ദാറ്റ് നീഡ് ടു ബി വെരി സ്പെസിഫിക് ആവണം. എന്താ പറയുന്നത് അതിനെ നമുക്ക് കംപ്രസ് ചെയ്യണം. ഇപ്പം ഇൻ ദ ഫോട്ടോ സിനാരിയോ എല്ലാം നമ്മൾ വി റെക്കമെൻഡ് ലൈക്ക് അപ്ലോഡിങ് അതർ പ്ലേസസ് ആൻഡ് ഇംബെഡിങ് ഇൻ ടു വെബ്സൈറ്റ് സോ ദാറ്റ് ആ സ്പേസ് അവർ വെബ്സൈറ്റിനകത്ത് ക്യാപ്ചർ ചെയ്യാതിരിക്കുക. പിന്നെ മോസ്റ്റ് ഓഫ് ദ യൂസർ ഇപ്പം വരുന്നത് മൊബൈൽ ത്രൂ ആണ്. സോ നിങ്ങളുടെ വെബ്സൈറ്റിനകത്ത് മൊബൈൽ റെസ്പോൺസീവ്നെസ് ഉണ്ടോ ഇല്ലേന്ന് മേക്ക് ഷുവർ ചെയ്യണം. നിങ്ങൾ അത് മസ്റ്റ് ഹാവ് ആണ്. ലൈക്ക് മൊബൈൽ റെസ്പോൺസീവ് വെബ്സൈറ്റ് ആണ്. ഇപ്പം വെബ്സൈറ്റ് ക്രിയേറ്റ് ചെയ്യാനെല്ലാം ഭയങ്കര എളുപ്പമാണ്. യു ക്യാൻ ഗെറ്റ് എ വെബ്സൈറ്റ് ലൈക്ക് 2,000-3,000 റുപ്പീസിനകത്ത് നിങ്ങൾക്ക് ഒരു ബേസിക് വെബ്സൈറ്റ് സെറ്റപ്പ് ചെയ്യാൻ പറ്റും. നോട്ട് ഇൻ എ ഹാർഡ് ലൈക്ക് വേർഡ് പ്രസ് വെബ്സൈറ്റ് നിങ്ങൾക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. ആൻഡ് ഇറ്റ്സ് നോട്ട് ലൈക്ക് വലിയ ടെക്നിക്കലും അല്ല. ഈവൻ ദോ യു ക്യാൻ ഗെറ്റ് ലൈക്ക് സ്റ്റുഡൻസ് or business എന്താ പറയുന്നത് അങ്ങനത്തെ ബിസിനസ്സസ് ഹു ക്യാൻ ഡു ഇറ്റ് ഫോർ യു. സോ ദാറ്റ്സ് ദ തിങ്. ബേസിക്കലി സെക്ഷൻ നിങ്ങൾക്ക് ബിസിനസ്സിനകത്ത് അറിയേണ്ട, വെബ്സൈറ്റ് ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത് അറിയേണ്ട സാധനമാണ് ഒരു ഹോസ്റ്റിംഗ് വേണം, ഒരു ഡൊമെയിൻ വേണം. ആൻഡ് ആ ഹോസ്റ്റിംഗ് ഡൊമെയിൻ മാത്രം സെറ്റപ്പ് ചെയ്തിട്ടാണ് വെബ്സൈറ്റ് ക്രിയേറ്റ് ചെയ്യുന്നത്. ദെൻ കം കോൾ ടു ആക്ഷൻ. കോൾ ടു ആക്ഷൻ ബേസിക്കലി സെക്ഷൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ ബിസിനസ്സിൻ്റെ ഒരു കോൾ ടു ആക്ഷൻ എന്താണ്. ലൈക്ക് ഇപ്പം എൻ്റെ ബിസിനസ് കംപ്ലീറ്റ്ലി ഓൺ ഫോൺ കോൾ ആണെങ്കിൽ, ഫോക്കസ്ഡ് ആണെങ്കിൽ എൻ്റെ എല്ലായിടത്തും കോൾ ടു ആക്ഷൻ എന്തായിരിക്കും, കോൾ നൗ ടു ഗെറ്റ് മോർ ഇൻഫർമേഷൻ. ഓക്കെ, പിന്നെ എൻ്റെ ബിസിനസ് ഫോക്കസ്ഡ് ഓൺ ഇമെയിൽ ആണെങ്കിൽ, അല്ലെങ്കിൽ പിന്നെ മെസ്സേജിങ് ആണെങ്കിൽ ഐ വിൽ ലൈക്ക് ഡ്രോപ്പ് ദ ലീവ് എ മെസ്സേജ് ഓൺ വാട്സാപ്പ് ഓർ ലീവ് എ മെസ്സേജ് ഓൺ വെബ്സൈറ്റ് ഓർ ലീവ് എ ഇമെയിൽ ടു അസ്. അങ്ങനെ ഒരു കോൾ ടു ആക്ഷൻ ആണ്. ആൻഡ് മേക്ക് ഷുവർ ദാറ്റ് വട്ട് എവർ യുവർ കോൾ ടു ആക്ഷൻ നീഡ് ടു ബി വെരി വിസിബിൾ. ആൻഡ് ഏത് പോസ്റ്റ് നമ്മൾ ചെയ്താലും ഏത് കണ്ടന്റ് ക്രിയേറ്റ് ചെയ്താലും ദർ ഷുഡ് ബി എൻ എ കോൾ ടു ആക്ഷൻ. ലൈക്ക് ഇപ്പോൾ ഞാനൊരു ആർട്ടിക്കൽ എഴുതുവാണ്, അല്ലെങ്കിൽ പിന്നെ ഒരു പേജിൻ്റെ കണ്ടന്റ് എഴുതുവാണ്. സോ അതിൻ്റെ താഴെ ഞാനൊരു കോൾ ടു ആക്ഷൻ ബട്ടൺ എന്തായാലും കൊടുക്കും. ഇഫ് യു നീഡ് ഫർദർ ഇൻഫർമേഷൻ ഓൺ ദിസ് പർട്ടിക്കുലർ പ്രോഡക്റ്റ് ഓർ ദിസ് സർവീസ്, പ്ലീസ് മേക്ക് ഷുവർ ടു കണക്ട് വിത്ത് അസ് ഓൺ ദിസ് മെയിൽ ഓർ ദിസ് ഫോൺ നമ്പർ. എന്താണ് കോൾ ടു ആക്ഷൻ ആൻഡ് ഇറ്റ് ഷുഡ് ബി വിസിബിൾ. ലൈക്ക് ഈ പർട്ടിക്കുലർ സെക്ഷൻ നമ്മുടെ കണ്ടന്റിനകത്ത് വേറെ ആയിട്ട് തന്നെ സ്പെസിഫിക് ആയിട്ട് നിൽക്കുന്ന പോലെ ആക്കണം. പിന്നെ
വെബ്സൈറ്റ് ആയതുകൊണ്ട് വെബ്സൈറ്റ് ഗൂഗിളിനകത്ത് റാങ്ക് ചെയ്യണം. ഗൂഗിൾ ഒരു സെർച്ച് എഞ്ചിനാണ്. സോ സെർച്ച് എഞ്ചിൻ്റെ ഒരു ബേസിക് നമ്മളൊരു ടെക്നിക്കൽ സെക്ഷനകത്തോടൊന്നും പറയുന്നില്ല. ഓരോ പേജിന് ഒരു പ്രോപ്പർ നെയിമിംഗ് കൊടുക്കണം. ദാറ്റ് ഈസ് മെറ്റാ ടൈറ്റിൽ, മെറ്റാ ഡിസ്ക്രിപ്ഷൻ, അതിനകത്ത് യൂസ് ചെയ്യുന്ന ഇമേജസിന് ഒരു ആൾ ടാഗ്, ഇൻറ്റർണൽ ലിങ്കിങ്, എക്സ്റ്റർണൽ ലിങ്കിങ്, വെരി സിമ്പിൾ സാധനങ്ങളാണ്. ഒരുപാട് കോംപ്ലിക്കേഷൻസിനകത്തോട്ട് പോകേണ്ട ആവശ്യമില്ല. അറ്റ്ലീസ്റ്റ് ബേസിക് ഒരു എന്താ പറയുന്ന ഒരു സ്റ്റാറ്റസ് കൊടുത്തിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ വെബ്സൈറ്റ് ഈസി ടു ബി റിക്കഗ്നൈസ്ഡ് ആണ് ബൈ സെർച്ച് എഞ്ചിൻസ്. ദെൻ യു ഷുഡ് ഓൾവേസ് ചെക്ക് ടെക്നിക്കൽ ചെക്സ്. നിങ്ങളുടെ വെബ്സൈറ്റ് ലോഡ് ആവുന്നുണ്ടോ, ഇനി ബ്രോക്കൺ ലിങ്ക്സ് ഉണ്ടോ. ബ്രോക്കൺ ലിങ്ക്സ് എന്ന് പറഞ്ഞാൽ ക്ലിക്ക് ചെയ്താൽ ആ പേജിനകത്ത് പോകത്തില്ല, എന്തെങ്കിലും URL-നകത്ത് മിസ്റ്റേക്ക് ആയിട്ടുണ്ടായിരിക്കും. സോ ഇസ് ദിയർ എ ബ്രോക്കൺ ലിങ്ക്, യു നീഡ് ടു ഫിക്സ് ദാറ്റ്. സെക്യൂരിറ്റി ഫീച്ചേഴ്സ് ലൈക്ക് നിങ്ങളുടെ വെബ്സൈറ്റ് വൈറസ് ഇൻഫെക്റ്റഡ് അല്ലല്ലോ, HTTPS നിങ്ങൾ യൂസ് ചെയ്യുന്നുണ്ടല്ലോ, മീൻസ് SSL നിങ്ങൾ യൂസ് ചെയ്യുന്നുണ്ടോ. സോ ഇതെല്ലാം മേക്ക് ഷുവർ ചെയ്യണം വെൻ യു ഗോ ഫോർ. സോ നമ്മളൊരു നോട്ട്സ് എടുക്കുക. നോട്ട്സിനകത്ത് ഒരു സെക്ഷനകത്ത് ജസ്റ്റ് നിങ്ങൾ എഴുതുക ലൈക്ക് പേജ് ലോഡ് സ്പീഡ് എത്രയുണ്ട്. സോ യു ക്യാൻ ചെക്ക് പേജ് ലോഡ് സ്പീഡ് ഇൻ ഗോ ടു ഗൂഗിൾ ആൻഡ് സെർച്ച് ഫോർ ദ സ്പീഡ് checker by Google or page load speed checker by Google. So you will get എന്താ പറയുന്നത് tools to check your websites-ൻ്റെ സ്പീഡ് നിങ്ങൾക്ക് ചെക്ക് ചെയ്യാൻ പറ്റും. അതേപോലെ തന്നെ റെസ്പോൺസീവ്നെസ് ഗൂഗിൾ മൊബൈൽ വെബ്സൈറ്റ് ചെക്കർ അല്ലെ റെസ്പോൺസീവ്നെസ് ചെക്കറിന് സെർച്ച് ചെയ്താലും നിങ്ങൾക്ക് വെബ്സൈറ്റ്സ് കിട്ടും വേർ യു ക്യാൻ ചെക്ക് ദാറ്റ് മൊബൈൽ ആക്ച്വലി റെസ്പോൺസീവ് ആണോ അല്ലേ. ഇത് വെരി സിമ്പിളാണ്. മൊബൈൽ റെസ്പോൺസീവ് മൊബൈലിനകത്ത് വെബ്സൈറ്റ് തുറന്നാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും ഇത് റെസ്പോൺസീവ് സെക്ഷൻസ് ഉണ്ടോ ഇല്ലേന്ന്. സോ ദാറ്റ് ഇസ് ദ ഫസ്റ്റ് സെക്ഷൻ. നമ്മൾ വെബ്സൈറ്റിൻ്റെ എന്താ പറയുന്നത് റിവ്യൂസ് ചെയ്യും. സോ വെബ്സൈറ്റ് കഴിഞ്ഞിട്ട് നമുക്ക് രണ്ടാമത്തെ ചെക്കാണ് സോഷ്യൽ മീഡിയയുടെ ചെയ്യാൻ പോകുന്നത്. സോ സോഷ്യൽ മീഡിയയിൽ നമുക്ക് എപ്പോഴും മേക്ക് ഷുവർ ചെയ്യണം നമ്മുടെ പ്രൊഫൈൽ കംപ്ലീറ്റ് ആവണം. കംപ്ലീറ്റ് എന്ന് പറഞ്ഞാൽ നെയിം, അഡ്രസ്, ഫോൺ നമ്പർ, എന്ത് സെക്ഷൻസ് റിക്വയർ ആണെങ്കിൽ അത് നമ്മുടെ സോഷ്യൽ മീഡിയയിൽ ഫില്ലായിരിക്കണം. ഓൾ ദ ഇൻഫോർമേഷൻ നമ്മൾ ഫില്ല് ചെയ്തിരിക്കണം. കൺസിസ്റ്റൻസി അക്രോസ് പ്ലാറ്റ്ഫോം. മെയിൻലി നമുക്ക് ആസ് നമ്മൾ മെൻഷൻ ചെയ്ത പോലെ തന്നെ കളർ, ലോഗോ, ഫോണ്ട്, എവറിത്തിങ് ഷുഡ് ബി എന്താ പറയുന്നത് മാച്ച് ആവണം. ലൈക്ക് ഇപ്പം ഒരു ദിവസം നമ്മൾ റെഡിലിടുക, ഒരു ദിവസം നമ്മൾ പച്ചയിലിടുക, ഒരു ദിവസം നമ്മൾ മഞ്ഞയിലിടുക, ഒരു ദിവസം നമ്മൾ നീലയിലിടുക, ബ്ലൂ ഇടുക. സോ മേക്ക് ഷുവർ ദാറ്റ് നിങ്ങളുടെ കളർ കോമ്പിനേഷൻസ് വാട്ട് യു ഫിക്സ് ലൈക്ക് നിങ്ങളുടെ ബ്രാൻഡിന് എന്തായിരിക്കും കളർ വരിക. സോ അതിൻ്റെ ഒരു അറൗണ്ട് നിങ്ങൾ ഈ പർട്ടിക്കുലർ കൺസിസ്റ്റൻസി നോക്കുക. ഇതൊന്നും ഭയങ്കര ചെറിയ ചെറിയ സാധനമാണ്, ബട്ട് ആൾക്കാരുടെ മൈൻഡിനകത്ത് നിങ്ങളുടെ ബ്രാൻഡ് അവിടെ കിടക്കും. ഇപ്പോൾ ഞാൻ പാരഷൂട്ടിന് പറയുകയാണെങ്കിൽ പാരഷൂട്ടിന് കളർ ബോട്ടൽ കളർ ബ്ലൂ ആണ്. സോ നിങ്ങളുടെ മൈൻഡിനകത്ത് ആ കളർ കോമ്പിനേഷൻ നിങ്ങളുടെ വിഷ്വലൈസ് നിങ്ങൾ ചെയ്യുന്നത്. സോ അഗെയിൻ മേക്ക് ഷുവർ ദാറ്റ് വാട്ട് എവർ ടൈപ്പ് ഓഫ് തിങ്സ് യു പുട്ട് ദർ ഷുഡ് ബി എ കൺസിസ്റ്റൻസി. ദെൻ എൻഗേജ്മെൻറ്റ് അനാലിസിസ് ലൈക്ക് എങ്ങനത്തെ ടൈപ്പ് ഓഫ് പോസ്റ്റാണ് കൂടുതൽ എൻഗേജ്മെൻറ്റ് കിട്ടുന്നത്, എങ്ങനത്തെ ടൈപ്പ് ഓഫ് കണ്ടൻറ്റിനകത്താണ് കൂടുതൽ ഫോളോവേഴ്സ് വന്നത്, അല്ലെങ്കിൽ പിന്നെ ഫുൾ ലൈക്സ് വന്നത്, ഷെയർസ് വന്നത്, എങ്ങനത്തെ ടൈപ്പ് ഓഫ് കണ്ടൻറ്റ് ആണ് ഇത്. വീഡിയോ കണ്ടൻറ്റ് ആണോ, ഇമേജ് കണ്ടൻറ്റ് ആണോ, അല്ലെങ്കിൽ പിന്നെ എന്താ പറയുന്നത് കാരസോൾ ടൈപ്പ് കണ്ടൻറ്റ് ആയിരുന്നോ, എങ്ങനത്തെ ടൈപ്പ് ഓഫ് കണ്ടൻറ്റ് ആയിരുന്നു. ഈ കണ്ടൻറ്റ് എല്ലാം ക്രിയേറ്റ് ചെയ്യാൻ ഭയങ്കര എളുപ്പമാണ്. ദർ ഇസ് ലൈക്ക് കമ്മിങ് ഡേയ്സിനകത്ത് ഞാൻ ഇതെല്ലാം പറയും ഹൗ യു ക്യാൻ ക്രിയേറ്റ് ദീസ് തിങ്സ്. സോ വിത്ത് ദ ഹെൽപ്പ് ഓഫ് AI. സോ നമുക്ക് ഇപ്പം AI ഉള്ളതുകൊണ്ട് ഇപ്പം നമ്മൾ ഒറ്റയ്ക്ക് ഈ ബിസിനസ്സിലാണെങ്കിലും നമ്മുടെ ഈ വർക്കെല്ലാം ചെയ്യാൻ ഒരാൾ മതി, ഒരു പർട്ടിക്കുലർ ആൾ പ്ലസ് നമുക്ക് ആവശ്യമുള്ള ടൂൾസ് മതി. വി ഹാവ് ടു ഡു ഓൾ ദീസ് തിങ്സ്. സോ യു നീഡ് ടു അണ്ടർസ്റ്റാൻഡ് ദാറ്റ് നിങ്ങളുടെ ബിസിനസ്സിനെ വേറെ ആരും രക്ഷിക്കാൻ വരത്തില്ല, നിങ്ങൾ തന്നെ അതിന് റെസ്പോൺസിബിലിറ്റി ഏറ്റെടുക്കണം. ഓക്കെ, സോ ദാറ്റ് ഈസ് ദ കണ്ടൻറ്റ് എൻഗേജ്മെൻറ്റ് അനാലിസിസ് നിങ്ങൾ ചെയ്ത്. പിന്നെ കണ്ടൻറ്റ് റിലവൻസി. സോ നമ്മുടെ ക്രിയേറ്റ് ചെയ്യുന്ന കണ്ടൻറ്റ് ലൈക്ക് സോഷ്യൽ മീഡിയയിൽ ചുമ്മാ നമ്മുടെ ലൈഫ് സ്റ്റൈൽ കാണിക്കണമെന്ന് അല്ല, അവിടെ ബേസിക് ഫോക്കസ് ചെയ്യുന്നത് നമ്മുടെ കണ്ടൻറ്റ് യൂസറിന് ഹെൽപ്ഫുൾ ആവുന്നുണ്ടോ ഇല്ലേന്നാണ് നമ്മൾ മേക്ക് ഷുവർ ചെയ്യേണ്ടത്. ഓക്കെ, സോ അത് നമ്മൾ മേക്ക് ഷുവർ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് പറഞ്ഞാൽ എൻ്റെ ഓഡിയൻസിൻ്റെ പെയിൻ പോയിൻ്റ് എന്താണ്. ഓക്കെ, സോ ആ പെയിൻ പോയിൻറ്റിനെ ഞാൻ എങ്ങനെയാണ് സൊല്യൂഷൻ കൊടുക്കുന്നത്. സോ യുവർ കണ്ടൻറ്റ് നീഡ് ടു ബി അറൗണ്ട് ദാറ്റ് പർട്ടിക്കുലർ സെക്ഷൻ. വെരി സിമ്പിളാണ്. ലൈക്ക് നിങ്ങൾക്ക് അറിയണം നിങ്ങൾ എന്ത് പെയിൻ പോയിൻറ്റിനെയാണ് സൊല്യൂഷൻ കൊടുക്കുന്നത്. ആ പെയിൻ പോയിൻറ്റിൻ്റെ സൊല്യൂഷൻ നിങ്ങൾക്ക് നിങ്ങളുടെ കണ്ടൻറ്റിനകത്ത് കാണിക്കണം. മോസ്റ്റ് ഓഫ് ദ സിനാരിയോയിൽ ആ പെയിൻ പോയിൻറ്റ് എന്താണ് ചിലപ്പോൾ ആൾക്കാർക്ക് അറിയത്തില്ല. സോ അങ്ങനത്തെ സിനാരിയോയിൽ നിങ്ങൾക്ക് അങ്ങനത്തെ ഒരു പെയിൻ പോയിൻറ്റ് ഉണ്ടെന്നും കൂടെ നിങ്ങൾക്ക് വേണമെങ്കിൽ കണ്ടൻറ്റ് ത്രൂ കാണിക്കാൻ പറ്റും. യു ക്യാൻ ഡു വീഡിയോ, യു ക്യാൻ ഡു പോസ്റ്റ്, യു ക്യാൻ ഡു ലൈക്ക് നത്തിങ് ഈസ് ഓൾവേസ് ബെറ്റർ ദാൻ സംതിങ്. സോ നിങ്ങൾക്ക് എപ്പോഴും അറ്റ്ലീസ്റ്റ് ഇപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ യു ഷുഡ് ഓൾവേസ് ഗോ ഫോർ എന്നാ പറയുന്നത് പോസ്റ്റ് കണ്ടൻറ്റ്. സിമ്പിളായിട്ട് ഫോട്ടോസ് ഷെയർ ചെയ്യുക. നമ്മളിപ്പോൾ നോർമലി വലിയ ഇവൻറ്റ്സ് എല്ലാം വരുന്ന സമയത്ത് നമ്മൾ എന്താ ചെയ്യാറ്, ലൈക്ക് ഇപ്പം ഓണം വരുവാണ്, ഇത് വരുവാണ്, ആ സമയത്തെല്ലാം നമ്മൾ പോസ്റ്റ് ഉണ്ടാക്കിയിട്ട് നമ്മുടെ ബ്രാൻഡിൻ്റെ ലോഗോ എല്ലാം വെച്ചിട്ട് ഷെയർ ചെയ്യും. എത്ര പേർക്കാണ് അതിനകത്തൊരു മെമ്മോറിനകത്ത് കിടക്കുന്നത്. സോ ഓൾവേസ് മേക്ക് ഷുവർ ദാറ്റ് യു ഡു സംതിങ് ഇന്നോവേറ്റീവ് സോ ദാറ്റ് പീപ്പിൾ വിൽ റിമെമ്പർ ഇറ്റ്. ഓർ
at least you reach to your audience all those sections. So next point ആണ് social media checks കഴിഞ്ഞിട്ട് നമുക്ക് നോക്കേണ്ടത് ഗൂഗിൾ മൈ ബിസിനസ് ലിസ്റ്റിംഗ്. സി ഇപ്പം ലോക്കൽ ബിസിനസ് ആണ്. സോ ലോക്കൽ ബിസിനസ്സിനകത്ത് ഗൂഗിൾ മൈ ബിസിനസ്സിൻ്റെ ഇമ്പോർട്ടൻസ് ഭയങ്കര കൂടുതലാണ്. ബിക്കോസ് നിങ്ങളുടെ ഒരു പ്രസൻസ് ഡിജിറ്റലിനകത്ത് ഒരുപാട് പേർക്ക് ഈ ഗൂഗിൾ മൈ ബിസിനസ്സിനകത്താണ് ഈ മാപ്പ് എല്ലാം വരുന്നത്, നമുക്ക് ഡയറക്ഷൻസ് എല്ലാം കിട്ടുന്നത്. സോ ആൾവേസ് മേക്ക് ഷുവർ ദാറ്റ് യു ഗെറ്റ് ദിസ് പർട്ടിക്കുലർ സെക്ഷൻ. സോ ഗൂഗിൾ മൈ ബിസിനസ്സിനകത്ത് നമുക്ക് ഫോക്കസ് ചെയ്യണം നമ്മുടെ ഇൻഫർമേഷൻസ് അക്യുറേറ്റ് ആണോ അല്ലേ, നമ്മുടെ നമ്പർ അപ്ഡേറ്റഡ് ആണോ അല്ലേ, നമ്മുടെ ഡീറ്റെയിൽസ് അപ്ഡേറ്റ്. സോ ഒരുപാട് പേര് ഗൂഗിൾ മൈ ബിസിനസ്സിനകത്ത് ചെയ്യുന്ന ഒരു മിസ്റ്റേക്ക് എന്ന് പറഞ്ഞാൽ അവർ ഓവർ ഓപ്റ്റിമൈസ് ചെയ്യും. ഓക്കെ, ഓവർ ഓപ്റ്റിമൈസ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ അവരുടെ പേരിനകത്ത് മേക്ക് ഷുവർ ദാറ്റ് നിങ്ങളുടെ പേര് കറക്റ്റായിട്ട് തന്നെ കൊടുക്കുക. ലൈക്ക് ഗൂഗിൾ മൈ ബിസിനസ്സിനകത്ത് ഗൂഗിളിൻ്റെ പോളിസി ഡോണ്ട് സപ്പോർട്ട് ടു യൂസ് കീവേഡ്സ് ഓവർ ദെയർ. കീവേഡ്സ് ഇൻ ദ സെൻസ് നിങ്ങളൊരു ജിം ആണെങ്കിൽ ഗൂഗിൾ ഡോണ്ട് വാണ്ട് യു ടു ബി പുട്ട് ലൈക്ക് ജിം ഇൻ കാലിക്കറ്റ്, ജിം ഇൻ അത് ഒരു പർട്ടിക്കുലർ പേരിനകത്ത് തന്നെ നിങ്ങൾ ഇത് കൊടുക്കണമെന്ന് അവർ പ്രതീക്ഷിക്കുന്നില്ല. ഇഫ് യു ആർ ഡൂയിങ് ദാറ്റ് സം ടൈം ബിസിനസ്സസ് ഗെറ്റ് എന്താ പറയുന്നത് റിജക്റ്റഡ്. ലൈക്ക് ഗൂഗിൾ മൈ ബിസിനസ് പ്രൊഫൈൽ ഞാൻ 80% കാണുന്നത് ഗൂഗിൾ മൈ ബിസിനസ് പ്രൊഫൈൽ റിജക്റ്റ് ആവുന്നത് ഡ്യൂ ടു ദിസ് വൺ സിംഗിൾ കാരണമാണ്. സോ മേക്ക് ഷുവർ ദാറ്റ് give proper information, don't over try to be like എന്താ പറയുന്നത് ഓവർ സ്മാർട്ട് എന്നും പറയാം അല്ലെ. പിന്നെ നമുക്കിത് ബേസിക്കലി നമ്മുടെ ഒരു ബിസിനസ് ഡിപ്പെൻഡൻസി ഭയങ്കര കൂടുതലാണ് ഗൂഗിൾ മൈ ബിസിനസ്സിനകത്ത്. അതൊരു ലോങ് ടേം ഗെയിമാണ്. സോ ഷോർട്ട് ടേം അച്ചീവ്മെൻറ്റിന് വേണ്ടി നമ്മൾ നമ്മുടെ ബിസിനസ് അല്ലെ പിന്നെ ഗൂഗിളിൻ്റെ കണ്ണിൽ നമ്മളൊരു നെഗറ്റീവായിട്ട് റിപ്രസെൻറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. ദാറ്റ്സ് മൈ പേഴ്സണൽ തോട്ട്. സോ യു നീഡ് ടു വർക്ക് ടു ഇംപ്രൂവ്. എങ്ങനെയാണ് ഇംപ്രൂവ് ചെയ്യാൻ? ദർ ആർ സോ മെനി വേസ് ടു ഇംപ്രൂവ് യുവർ റാങ്കിങ് ദാൻ ജസ്റ്റ് ടു പുട്ടിങ് ടൈറ്റിലിനകത്ത് ഇതൊരു ഗിമിക്ക് പോലെ ചെയ്യുന്നതിനേക്കാളും. ഇഫ് യുവർ നെയിം കൺസിസ്റ്റ് ഓഫ് യുവർ ബ്രാൻഡ് സംതിങ് ആണെങ്കിൽ ഇറ്റ്സ് വെരി ഹെൽപ്ഫുൾ ആണ്. കാറ്റഗറീസിനകത്ത് നമുക്ക് കീവേഡ് കൊണ്ടുവരാൻ പറ്റും, ഡിസ്ക്രിപ്ഷനകത്ത് നമുക്ക് കീവേഡ്സ് കൊണ്ടുവരാൻ പറ്റും. സോ ഒരുപാട് സ്ഥലങ്ങളുണ്ട് വേർ യു ക്യാൻ ലൈക്ക് അൾട്ടറേറ്റ് ദിസ് പർട്ടിക്കുലർ സെക്ഷൻ. ദാറ്റ് ഈസ് ദ ഫസ്റ്റ് തിങ്. ദെൻ ഫോട്ടോസ് ആൻഡ് വീഡിയോസ് മേക്ക് ഷുവർ ദാറ്റ് നിങ്ങളുടെ ലൊക്കേഷൻ്റെ, നിങ്ങളുടെ സ്ഥലത്തെ, നിങ്ങളുടെ ഷോപ്പിൻ്റെയും എല്ലാ ഫോട്ടോസ്, റിയൽ ഫോട്ടോസ്, ക്യാമറയിൽ എടുത്തത് ഫോട്ടോസ് മീൻസ് നിങ്ങളുടെ മൊബൈൽ ക്യാമറയിൽ എടുത്ത ഫോട്ടോസ് നിങ്ങൾ അപ്ലോഡ് ചെയ്യാം. റിവ്യൂ റെസ്പോൺസസ് നിങ്ങൾക്ക് വരുന്ന ആദ്യത്തെ കാര്യം നിങ്ങൾ റിവ്യൂ കളക്ട് ചെയ്യാൻ ശ്രമിക്കുക. സോ ലൈക്ക് നിങ്ങൾക്കൊരു ഡിസ്കൗണ്ട് കൊടുക്കാം, നിങ്ങൾക്ക് എന്തെങ്കിലും ഇൻഫർമേഷൻസ് അവർക്ക് കൊടുക്കാം എക്സ്ട്രാ ആയിട്ട്. സോ അതിൻ്റെ ബേസിസിൽ ലൈക്ക് ഇപ്പോൾ നിങ്ങൾ റിവ്യൂ ചെയ്യുന്നവർക്ക് ഒരു 5% ഡിസ്കൗണ്ട് കൊടുക്കാം. അല്ലെ പിന്നെ സി ദിസ് ഈസ് വെരി ലോങ് ടേം ആണ്. നിങ്ങൾ ആ ഒരു പേഴ്സണിന് 5% ഒരു വട്ടമാണ് കൊടുക്കുന്നത്. ബട്ട് ആ റിവ്യൂയുടെ ഒരു ലൈഫ് ടൈം, അതിൻ്റെ ഒരു ലൈഫ് ടൈം വാല്യൂ നോക്കുവാണെങ്കിൽ ഭയങ്കര കൂടുതലാണ്. സോ ഈ 5% റുപ്പീസ് നിങ്ങളൊരു കസ്റ്റമറിനെ അക്വയർ ചെയ്യാൻ കൊടുത്തതിന് മാത്രം വിചാരിച്ചാൽ മതി. അല്ലെ പിന്നെ അതിനെ റിറ്റെയിൻ ചെയ്യാൻ വേണ്ടി മാത്രം കൊടുത്തെന്ന് പറഞ്ഞാൽ മതി. ആ ഒരു റിവ്യൂ വിൽ ടേക്ക് യുവർ ഓഡിയൻസ് ടു ദ നെക്സ്റ്റ് ലെവൽ. സോ ദാറ്റ് ഈസ് ദ യു നീഡ് ടു ഫോക്കസ് ഓൺ റിവ്യൂ റെസ്പോൺസസ്. ദെൻ റെഗുലർ പോസ്റ്റിംഗ് ആൻഡ് അപ്ഡേറ്റ്സ്. സോ അറ്റ്ലീസ്റ്റ് മേക്ക് എ കാലണ്ടർ. ലൈക്ക് നമ്മൾ ഇത് സോഷ്യൽ മീഡിയ മാനേജ് ചെയ്യുകയാണ് അല്ലെങ്കിൽ ഗൂഗിൾ മൈ ബിസിനസ് മാനേജ് ചെയ്യുകയാണെങ്കിൽ വി നീഡ് ടു ക്രിയേറ്റ് എ കാലണ്ടർ ടൈപ്പ്. ഡോണ്ട് ഗോ ഫോർ ഡെയിലി പോസ്റ്റിംഗ്. അറ്റ്ലീസ്റ്റ് വീക്ക്ലി വൺസ് അല്ലെങ്കിൽ വീക്ക്ലി ട്വൈസ് നിങ്ങൾ പോസ്റ്റ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക കണ്ടൻറ്റ്. സോ ലൈക്ക് യു അപ്ഡേറ്റ് യുവർ സെൽഫ് വിത്ത് യുവർ ഗൂഗിൾ മൈ ബിസിനസ് ലിസ്റ്റിങ്ങിനകത്ത് അപ്ഡേറ്റ് ചെയ്യാം. ഐ വിൽ ഷോ ദീസ് തിങ്സ് കമ്മിങ് സെക്ഷൻസിനകത്ത്. ഫസ്റ്റ് നമുക്കൊരു ബേസിക് കോൺസെപ്റ്റ് ക്ലിയർ ആയി കഴിഞ്ഞാൽ നമുക്ക് ഇതിനെ കുറച്ചും കൂടെ എങ്ങനെ പ്രാക്ടിക്കലി ഇംപ്ലിമെൻറ്റ് ചെയ്യാനും നമുക്ക് നോക്കാൻ പറ്റും. ദെൻ തേർഡ് പോയിന്റ് ഈസ് കൺസിസ്റ്റൻസി ആൻഡ് ബ്രാൻഡിങ് അക്രോസ് ഓൾ പ്ലാറ്റ്ഫോം. സോ ഇത് ബേസിക്കലി നമ്മുടെ കളർ ടോൺ, നമ്മുടെ ഫോണ്ട്, നമ്മുടെ ലോഗോ, ഇതെല്ലാം നമ്മൾ ഫോക്കസ് ചെയ്യുന്ന സിംഗിൾ സാധനത്തിൻ്റെ പുറത്താണ്. സോ മേക്ക് ഷുവർ ദാറ്റ് ഇറ്റ് ഷുഡ് ബി സിമിലർ ആവണം. സോഷ്യൽ മീഡിയ ആണെങ്കിൽ നമ്മൾ പോസ്റ്റ് ചെയ്യുന്ന ഒരു പോസ്റ്റ് ഓൾവേസ് ഷുഡ് ബി റിഫ്ലക്റ്റ് അവർ ബ്രാൻഡ് കളർ. ഓക്കെ, സോ അഗെയിൻ ഇവിടെ ചില ഒരു ക്വസ്റ്റ്യൻസ് വരാറുണ്ട്. ലൈക്ക് ഇറ്റ്സ് ഓൾസോ മാറ്റേഴ്സ് ടു ജനറേഷൻ. ഓക്കെ, സോ ഇപ്പം യങ്സ്റ്റേഴ്സിനെ ടാർഗറ്റ് ചെയ്യുന്ന നീഷാണെങ്കിൽ കുറച്ചും കൂടെ വൈബ് കളറിലാവാം നിങ്ങൾക്ക് ചെയ്യാം. മീൻസ് കുറച്ചും കൂടെ അവരെ അട്രാക്ട് ചെയ്യുന്ന ടൈപ്പ് ഓഫ് കളർ ചെയ്യാം. സോ obviously you need to do the market research, like എങ്ങനത്തെ ടൈപ്പ് ഓഫ് കണ്ടന്റ് ആണ് വർക്ക് ചെയ്യുന്നത്, അതിൻ്റെ ടൈപ്പ് ഓഫ് കണ്ടന്റ് നിങ്ങൾ ക്രിയേറ്റ് ചെയ്യാം. Especially in social media section, the rest everything you follow your similar brand, similar logo, similar sections. So you can have multiple options of ഈ particular section അത് നിങ്ങൾക്ക് multiple options കീപ്പ് ചെയ്യാൻ പറ്റും. ദെൻ നമുക്ക് എപ്പോഴും നമ്മുടെ കോമ്പറ്റീറ്റേഴ്സിൻ്റെ ഒരു പ്രസൻസ് അനലൈസ് ചെയ്യണം. സോ ലൈക്ക് നമ്മളെ മാത്രം നോക്കിയാൽ മാത്രം പോരാ. സോ നമുക്ക് നമ്മുടെ കോമ്പറ്റീറ്റേഴ്സ് എന്തെന്താ ചെയ്യുന്നത്, എന്ത് പുതിയ സാധനങ്ങളാണ് അവർ ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നത്, എന്ത് പുതിയ കാര്യങ്ങളാണ് അവർ ചെയ്യുന്നത്. സോ യു നീഡ് ടു
compare all those sections. So you will be like focusing on എങ്ങനെയാണ് അവരുടെ നമ്മുടെ കോമ്പറ്റീറ്ററിൻ്റെ സ്റ്റാറ്റസ് എന്താണ്, നമ്മുടെ കോമ്പറ്റീറ്റർ എന്താ ചെയ്യുന്നത്, ആ പർട്ടിക്കുലർ സെക്ഷൻ നമ്മൾ കറക്റ്റായിട്ട് വാച്ച് ചെയ്യണം. ലൈക്ക് എവിടെയാണ് കൂടുതൽ ആക്റ്റീവ്, ഏത് ചാനലാണ് അവിടെ കൂടുതൽ ആക്റ്റീവ് ചെയ്യുന്നത്. സോ അങ്ങനെ ഇപ്പോൾ നമ്മൾ സോഷ്യൽ മീഡിയയിൽ പറഞ്ഞ സെക്ഷൻ ഒരു ജസ്റ്റ് ആഡ് ഓൺ ആണ്. നമുക്ക് ചാനൽസ് പിക്ക് ചെയ്യണം. ലൈക്ക് ഏത് ചാനലിനകത്താണ് എൻ്റെ ഓഡിയൻസ് കൂടുതലായിട്ടുള്ളത്. സോ ഇപ്പം ഞാൻ പ്രൊവൈഡ് ചെയ്യുന്ന പ്രോഡക്റ്റ് ഏത് ചാനലിനകത്താണ് കൂടുതൽ ഇഫക്റ്റീവ് ആവുക. ഓക്കെ, സോ ആ ഒരു ചാനലിലായിരിക്കും നമ്മുടെ കോർ ഫോക്കസ്. സോ നമ്മൾ വേറെ ഒരു ചാനലിലും ഇട്ടിട്ടില്ലെങ്കിൽ ആ ചാനലിൽ വി ഷുഡ് മസ്റ്റ് പോസ്റ്റ് തിങ്സ്. സോ നമുക്കിപ്പം ഒരുപാട് AI ടൂൾസ് ഉണ്ട്. ഗോയിങ് ഡേയ്സിനകത്ത് നമ്മൾ നോക്കും, ഓരോ സെക്ഷനകത്ത് നമ്മൾ ഓരോ AIs എങ്ങനെയാണ് യൂസ് ചെയ്യാൻ പോകുന്നത്. ബട്ട് ബേസിക് നമ്മുടെ കോൺസെപ്റ്റ് യു നീഡ് ടു അണ്ടർസ്റ്റാൻഡ് ദാറ്റ് ദീസ് ആർ ദ തിങ്സ് യു നീഡ് ടു ഫോക്കസ് ഓൺ സെക്ഷൻസ്. സോ നമുക്ക് ദാറ്റ്സ് ദ പോയിന്റ് ഓഫ് ദിസ് പർട്ടിക്കുലർ ഡേ സെക്ഷനകത്ത്. സോ ഇന്നത്തെ ടാസ്ക് വെരി സിമ്പിളാണ്. ഗോ ആൻഡ് ഡു ദീസ് തിങ്സ് ലൈക്ക് റിവ്യൂ, നിങ്ങളുടെ വെബ്സൈറ്റ് റിവ്യൂ ചെയ്യുക, ഓരോ ഇഷ്യൂസ് നിങ്ങൾ ഒരു കാണുന്ന റിവ്യൂസ് എടുത്തിടുക. ഓർ എൽസ് യു ക്യാൻ റീച്ച് ടു ദ ഏജൻസി ആൻഡ് അവരോട് ചോദിക്കുക, എനിക്ക് SEO പ്രപ്പോസൽ വേണം, നിങ്ങളൊന്ന് റിവ്യൂ ചെയ്ത് തരുമോ, ലൈക്ക് ഒരു ഓഡിറ്റിംഗ് ചെയ്ത് തരുമോ. സോ ദേ വിൽ ഡു മോസ്റ്റ് ഓഫ് ദം ഫ്രീ ഓഫ് കോസ്റ്റ്. സോ ഡോണ്ട് ഹാവ് ടു വെരി. അറ്റ്ലീസ്റ്റ് നിങ്ങൾക്ക് നിങ്ങളുടെ ഒരു സ്റ്റാറ്റസ് മനസ്സിലാവും, സൈറ്റിനകത്ത് ഇഷ്യൂസ് ഉണ്ട്. ദെൻ സോഷ്യൽ മീഡിയ ചെക്ക് നിങ്ങൾക്ക് തന്നെ ഇത് ചെയ്യാൻ പറ്റുന്നതാണ്. ഗൂഗിൾ മൈ ബിസിനസ് ലിസ്റ്റിങ്സിനകത്ത് നമ്മൾ സംസാരിച്ച പോയിന്റ്സ് നിങ്ങൾക്ക് തന്നെ ചെയ്യാൻ പറ്റും. ബ്രാൻഡിൻ്റെ ഇപ്പം ഇത് നമ്മൾ ചെയ്യാൻ പോകുന്ന സാധനങ്ങളാണ്. സോ യു കീപ്പ് ഇൻ മൈൻഡ് ദാറ്റ് നമ്മുടെ ഒരു ഫോണ്ട്, കളേഴ്സ്, അങ്ങനത്തെ ബ്രാൻഡിങ് നമ്മൾ പിക്ക് ചെയ്യും. സോ ഇതെല്ലാം സാധനങ്ങളാണ് നമുക്ക് മെയിനായിട്ട് ഫോക്കസ് ചെയ്യുന്ന സാധനങ്ങൾ. സോ നൗ ഇൻ കമ്മിങ് ഡേയ്സിനകത്ത് നമ്മൾ ഓരോ സാധനങ്ങൾ നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് നോക്കും. ഓരോ സാധനങ്ങൾ എങ്ങനെ ചെയ്യാം, ഇതിപ്പോൾ നമ്മൾ കോൺസെപ്റ്റ് മാത്രമാണല്ലോ മനസ്സിലാക്കിയത്. സോ ഇതിനെ നമ്മൾ പ്രാക്ടിക്കലി എങ്ങനെ നോക്കുക, എങ്ങനെ ചെയ്യാം, അതായിരിക്കും നമ്മൾ നോക്കാൻ പോകുന്നത്. സോ ഹോപ്പ് യു ആർ എൻജോയിങ് ദിസ് സീരീസ്. സോ ഇറ്റ്സ് എ ലോങ് വേ ടു ഗോ. സോ that's it for today. So myself, Vipin Nair, founder of Aviv Digital. Let's in this session meet you in the next video. Till then, bye bye, take care and keep learning and do these assignments. See you guys, bye bye.